കുഞ്ഞനെലിയുടെ പുസ്തകശാല. മണ്ണിനടിയിലെ ഒരു ലോകമുണ്ട്. പലതരം ചെടികളുടെ വേരുകളും പല പല ജീവികളുടെ മാളങ്ങളും കണ്ണുകൊണ്ട് കാണാൻ പോലുമാകാത്ത സൂക്ഷ്മ ജീവികളുമുള്ള വലിയ ലോകം. അവിടെ ഒരു ചിന്തക്കാരൻ എലിക്കുഞ്ഞുണ്ടായിരുന്നു. അവന് എപ്പോഴും ചിന്തയാണ്. ഈ സൂര്യകാന്തി പൂക്കള് ചാഞ്ചാടുന്നത് എങ്ങനെയാ? ഉറുമ്പുകള് വരിവരിയായി നടക്കുന്നതോ? കാറ്റിന് സ്വകാര്യം പറയാനാവോ? മണ്ണിരയുടെ ജോലി എന്താ എന്ന് തുടങ്ങി അവൻ ചിന്തിക്കാത്ത കാര്യങ്ങളില്ല. നെൽപ്പാടത്തിനടുത്തെ വരമ്പത്തിരുന്ന് ചിന്തിക്കുന്ന എലിക്കുഞ്ഞിനെ നോക്കി സഞ്ചാരിയായ ബുൾബുൾ കിളി അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത്ര നേരമൊക്കെ എന്തായി ആലോചിച്ചിരിക്കാൻ അതൊരു കുഞ്ഞു കുട്ടിക്ക്? ബുൾബുൾ ഇങ്ങനെ ചിന്തിച്ചത് അല്പം ഉച്ചത്തിലായിപ്പോയി. അത് കേട്ട എലിക്കുഞ്ഞ് മെല്ലെ തല ഉയർത്തി ബുൾബുളിനെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അത്ഭുതമാവുക ബുൾബുൾ ചേച്ചി. അത് ശരി. ഈ പാടത്തെ കൃഷിക്കാരെ എന്താ ചെയ്യണേ? കുനിഞ്ഞു നിന്ന് ഈ പുൽച്ചെടിയോട് രഹസ്യം പറയുവാണോ? അപ്പോളാണോ നെല്ലുണ്ടാവുന്നേ? ബുൾബുളിന് ചിരി വന്നു. ഇതാണോ ഇത്രയും കാലമായിട്ട് ചിന്തിച്ചിരുന്നത്? അല്ലല്ല, വേറെ ഉണ്ട്. നമ്മുടെ സൂര്യമാമൻ എങ്ങനെയാ നമുക്കെല്ലാം തരാൻ ഇത്രയും വെളിച്ചം കിട്ടണേ? പുഴുക്കുട്ടൻ എങ്ങനെയാ പൂമ്പാറ്റയായേ? കുഞ്ഞനെലിക്ക് ഈ ലോകം എങ്ങനെയാ പ്രവർത്തിക്കുന്നത് എന്നറിയണം. ചുറ്റിലും നോക്കിയാൽ എത്ര എത്ര കാര്യങ്ങളാ. അറിവിനോടുള്ള എലിക്കുഞ്ഞിന്റെ ഇഷ്ടം കണ്ട ബുൾബുള് ഒരു സൂത്രം പറഞ്ഞു. ഞാനേ ദൂരെ ദൂരെ പറക്കുന്ന ഒരു കിളിയാ. ഓ ഓ ഓ അപ്പൊ എലിക്കുഞ്ഞ, നീ സംശയങ്ങൾ ചോദിച്ചു വെച്ചോ, ഞാൻ അതിനുള്ള ഉത്തരങ്ങൾ തേടി വരാം. അത് നല്ലതായിരിക്കും. അതിനുശേഷം എല്ലാ ദിവസവും വൈകുന്നേരം എലിക്കുഞ്ഞും ബുൾബുൾ കിളിയും കണ്ടുമുട്ടും. ലോകത്തിലെ ഓരോ ശാസ്ത്രവും അറിഞ്ഞു തുടങ്ങിയപ്പോ കുഞ്ഞിനെലിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അപ്പോൾ അവൻ കട്ടിയുള്ള ഇലകളിൽ കമ്പുകൾ കൊണ്ട് ഓരോ വിവരങ്ങളും എഴുതാൻ തുടങ്ങി. ആ ഇലകൾ ചേർത്ത് തുന്നി പുസ്തകമാക്കി മാളത്തിൽ സൂക്ഷിച്ചു. അങ്ങനെ അങ്ങനെ അതൊരു ലൈബ്രറിയായി, വിവരങ്ങളുടെ പുസ്തകശാല. ദൂരദേശങ്ങളിൽ നിന്ന് മുയലും കുരങ്ങനും കുറുക്കനും കാക്കപ്പെണ്ണും ഒക്കെ കുഞ്ഞനെലിയുടെ പുസ്തകശാലയിലേക്ക് വിവരങ്ങൾ അന്വേഷിച്ചു വരാൻ തുടങ്ങി. അങ്ങനെ വരുന്നവര് പറഞ്ഞു തന്ന വിവരങ്ങളൊക്കെ വേറെ പുസ്തകങ്ങളാക്കാനും കുഞ്ഞനെലി മറന്നില്ല. അതെ, ഒരു സംശയവും ചെറുതല്ല. ചിന്തിക്കുന്ന കുട്ടികളാണ് കൂടുതൽ നല്ല ലോകം ഉണ്ടാക്കിയിട്ടുള്ളത്. കഥ ഇഷ്ടായോ?